സോഫ്റ്റ് ഫാബ്രിക്കിലാണ്. ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്നത് നല്ല വർക്ക് വെയർ കളക്ഷൻസ് ആണ്. വളരെ സോഫ്റ്റ് മെറ്റീരിയലിൽ ഒരു പേൾ ക്രീമാണ് സാരിയുടെ ബേസ് വരുന്നത്. അതിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും ഡിജിറ്റൽ പ്രിന്റ് വരുന്നത്. സാരിയിൽ നല്ലൊരു ലീഫ് പാറ്റേണിലുള്ള ഡിജിറ്റൽ പ്രിന്റ് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ, ഒരു റോസ് ഗോൾഡിലുള്ള ജെറി വുവൻ സിമ്പിൾ ബോർഡർ ആയിരിക്കും സാരിക്ക് വരുന്നത്. ഡിസൈൻസ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ഈ ഒരു ലുക്ക് ആയിരിക്കും നമ്മൾ ഡ്രേപ്പ് ചെയ്യാൻ വേണ്ടി. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത്. വിത്ത് പല്ലു, റണ്ണിങ് ബ്ലൗസ്. എല്ലാ സാരീസും നല്ല നല്ല ഡിസൈൻസിലും പാറ്റേണിലാണ് വരുന്നത്. സോഫ്റ്റ് സെമി ചന്തേരിയിൽ ഫ്ലോറൽ ഡിസൈൻസിൽ മൾട്ടി കളർ പാലറ്റിലായിരിക്കും ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് വരുന്നത് സാരിയിൽ. ഇതൊരു പീക്കോ ഗ്രീൻ ആണ്. ഒരു പ്രോമിനൻസി കൂടുതൽ പീക്കോ ഗ്രീനിലായിരിക്കും സാരിക്ക്. ആ ഒരു പീക്കോ ഗ്രീൻ ടോണിൽ തന്നെ സിമ്പിൾ ബോർഡർ, ഒരു ജെറി വുവൻ പാറ്റേണിലുള്ള സിമ്പിൾ ബോർഡർ ആയിരിക്കും വരുന്നത്. വിത്ത് പല്ലു, ഇത് സെൽഫ് ഡിസൈനിലാണ് പ്രിന്റഡ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് കളറിലാണ്. ഒരു ഷാമ്പെയിൻ പിങ്കും ഓണിയൻ പിങ്കും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. അതിലും ഈ ഒരു ഡിസൈനിലായിരിക്കും സാരിയിൽ ആ ഒരു പാറ്റേൺ വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ, ഒരു റോസ് ഗോൾഡിൽ തന്നെയായിരിക്കും സാരിയുടെ ബോർഡർ വരുന്നത്. റണ്ണിങ് പല്ലു, പ്രിന്റഡ് ബ്ലൗസ്, സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ വീണ്ടും മൾട്ടി കളർ തന്നെയായിരിക്കും. ആ ഒരു ഫ്ലോറൽ ഡിസൈൻസ് തന്നെ വരുന്നത്. ഒരു പേർപ്പിളും ഒരു ഓക്സ്ഫോർഡ് ബ്ലൂ കൂടിയുള്ള കോമ്പിനേഷനിലായിരിക്കും സാരിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. വിത്ത് സിമ്പിൾ ബോർഡർ, മുന്താണി, വിത്ത് ബ്ലൗസ്. ഈ ഒരു സ്റ്റൈലിലാണ് ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് ഡിസൈൻ ഒരു അബ്സ്ട്രാക്ട് ഡിസൈനിലാണ് വരുന്നത്. സാരി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. സോഫ്റ്റ് സെമി ചന്തേരിയാണ് സാരിയുടെ ഫാബ്രിക് പറയുകയാണെങ്കിൽ. ഇതിലും ആ റോസ് ഗോൾഡിൽ തന്നെ ജെറി വുവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ഇതായിരിക്കും ഫുൾ ആ ഒരു ഡിസൈൻസ് വന്നിട്ട്. റണ്ണിങ് പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. ഇത് വരുന്ന സോഫ്റ്റ് ക്രേപ്പ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത്. ക്രീം ആൻഡ് ബ്ലാക്ക് ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ. അത് നല്ലൊരു ടെമ്പിൾ പാറ്റേണിലാണ് സാരിയുടെ ബോർഡർ വരുന്നത്. അത് കൂടാതെ ഒരു ജെറി വുവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ വന്നിട്ട് ടെമ്പിൾ ഡിസൈൻസിലായിരിക്കും ബ്ലാക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ബോഡിയിൽ ഫുൾ ഒരു ഫ്ലോറൽ ഡിസൈൻസും ഫിഗർ മോട്ടീവ്സും വരുന്നുണ്ട്. ആനിമൽ മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലുള്ള ഡിസൈനിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം കേട്ടോ. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി വരുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. വളരെ തിൻ ഫാബ്രിക്കിലാണ്. സോഫ്റ്റ് സെമി ക്രേപ്പ് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. പല്ലു ഈ ഒരു പാറ്റേണിലാണ് മൾട്ടി കളറിലുള്ള ആ ഒരു ഡിസൈനിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. ബോർഡർ വരുന്നത് ഈ ഒരു സ്റ്റൈലിലാണ്. ഒരു ജെറി വുവൻ സ്റ്റൈലുള്ള സിമ്പിൾ ബോർഡർ ടെമ്പിൾ പാറ്റേണിലായിരിക്കും സെക്കൻഡ് ബോർഡർ വരിക. വീണ്ടും ഈ ഒരു സ്റ്റൈലിലാണ് ബോഡിയിൽ ആ ഒരു ഡിസൈൻസ് വരുന്നത്. ഒരു എലിഫന്റ് മോട്ടീവ്സ് വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട്. മുന്താണി ഈ ഒരു പാറ്റേണിലാണ് നല്ല ബ്യൂട്ടിഫുൾ ലുക്കിലുള്ള നല്ലൊരു മൾട്ടി കളറിലാണ് സാരിയുടെ പല്ലു വരുന്നത്. ബോഡി വരുന്നത് വളരെ സട്ടിലായിട്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് ക്രീമിൽ വന്നിട്ട് മുന്താണി വരുമ്പോൾ നല്ല കളർഫുൾ പല്ലുവാണ് സാരിക്ക് വരുന്നത്. ഇതായിരിക്കും ലുക്ക് വരുന്നത്. ബ്ലൗസ് ഒരു ബാഗ്രൂ ഡിസൈൻസിലുള്ള ബ്ലൗസ് ആണ് സാരിക്ക് വരുന്നത്. നെക്സ്റ്റ് സാരി ലിനൻ ആണ്. സോഫ്റ്റ് സെമി ലിനൻ ആണ് സാരിയുടെ ഫാബ്രിക്. നല്ലൊരു ഡിസൈനർ കോൺസെപ്റ്റിൽ വന്നിരിക്കുന്ന അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു വർക്ക് വെയർ കളക്ഷൻസ് ആണ്. ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും ഡബിൾ സൈഡ് ബോർഡർ വരുന്ന സാരിക്ക്. മിഡിൽ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരിക. രണ്ട് സൈഡിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ തീം വരുന്നത്. ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. സോഫ്റ്റ് സെമി ലിനൻ നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിൽ ചെക്കേർഡ് പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. അതും ഒരു ബാത്തിക് ഡിസൈൻസ് വന്നിട്ട് അതിലായിരിക്കും ആ ചെക്ക് ഡിസൈൻസ് വരുന്നത്. ബ്ലൗസ് സെയിം ഡിസൈൻ തന്നെ വൈറ്റ് വിത്ത് പേർപ്പിൾ ആണ്. ഒരു പേർഷ്യൻ റോസ് ആണ് സാരിയുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. വടമുല്ല കളറിലായിരിക്കും ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസ് വരിക. സെയിം സ്റ്റൈൽ അതേ ആ ഒരു സെന്റർ പോർഷൻ വരുമ്പോൾ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഈ ഒരു ലുക്കിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ആ ഒരു ജോമെട്രിക്കൽ പാറ്റേണിൽ തന്നെയാണ് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ബ്ലൂ ആ വരുന്ന സാരിക്ക്. ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസ് വരുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂയിലായിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, സ്ട്രൈപ്പ് ഡിസൈൻസ് വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡീപ്പസ്റ്റ് കോഫി ബ്രൗണിലാണ് ആ ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത്. സെയിം സ്റ്റൈൽ തന്നെ സോഫ്റ്റ് സെമി ലിനൻ, പല്ലു, ബ്ലൗസ് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും കേട്ടോ. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഡിഫറെൻറ്റ് ഫാബ്രിക്കിലായിരുന്നു ഇന്നത്തെ സാരീസ് വന്നത്. എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന വർക്ക് വെയർ സാരീസ് ആയിരുന്നു. നല്ല സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരി സെമി ലിനനിൽ വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ.
സ്ട്രൈപ്പ് ഡിസൈൻസ് വരുന്നത് ഗ്രീനിലായിരിക്കും. സെന്റർ പോർഷൻ വരുന്നത് പ്ലെയിൻ വന്നിട്ട് നല്ല പാറ്റേണിൽ ബാത്തിക് ഡിസൈനിൽ ചെക്കേർഡ് പാറ്റേണിലാണ് സാരിയുടെ മുന്താണി വരുന്നത്. ഈ ഒരു ലുക്കിലായിരിക്കും വിത്ത് ജോമെട്രിക്കൽ പാറ്റേൺ റണ്ണിങ് ബ്ലൗസ്.